റേ ഒപ്റ്റിക്സ് എന്ന ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് ഈ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്താൽ 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. ഇനി കീം പോയിന്റ് ഓഫ് വ്യൂ എടുത്താൽ ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ്, 5 to 6 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒപ്റ്റിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനറലി 3 to 4 ആണ് നമ്പേഴ്സ്, ബട്ട് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 5. ഞാൻ റേ മാത്രമല്ല പറയുന്നത്, വേവും കൂടിയും ചേർത്തിട്ടാണ് പറയുന്നത്. ബിക്കോസ് ചില വർഷങ്ങളിൽ റേയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ചിലപ്പോൾ വേവിൽ നിന്ന് 2 or 3 വരും, ചിലപ്പോൾ അത് നേരെ തിരിയും. അപ്പൊ നമുക്കൊരു ഫിക്സഡ് ഒരു പാറ്റേൺ പറയാൻ പറ്റില്ല. പക്ഷേ വേവ് ആൻഡ് റേ പുട്ട് ടുഗെദർ യു ക്യാൻ ഗെറ്റ് ക്ലോസ് ടു 3 to 4 ക്വസ്റ്റ്യൻസ് ഇൻ യുവർ നീറ്റ് എക്സാം. ആൻഡ് നമ്മുടെ കീം എക്സാം ആണെങ്കിൽ അതിനകത്ത് കറസ്പോണ്ടിംഗ്ലി ഞാൻ പറഞ്ഞതുപോലെ ഒരു 5 ക്വസ്റ്റ്യൻസിനടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്റർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മക്കൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, റേ ഒപ്റ്റിക്സ് എന്ന ടോപ്പിക്. ഓക്കെ, സോ മക്കളെ ലെറ്റ്സ് സ്റ്റാർട്ട് റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സ് എന്ന ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആക്ച്വലി എന്തൊക്കെ ടോപ്പിക്സ് ആണ് എന്ത് കവർ ചെയ്യേണ്ടതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് റിഫ്ലക്ഷനെ കുറിച്ച്. അപ്പൊ CBSE റിഫ്ലക്ഷൻ പോർഷൻ ഒക്കെ കുറച്ചെടുത്ത് കളഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് റിഫ്ലക്ഷൻ വേണം. പിന്നെ റിഫ്രാക്ഷനെ കുറിച്ച്, റിഫ്ലക്ഷനെ കുറിച്ച്, റിഫ്രാക്ഷനെ കുറിച്ച്. റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് ലാബിനെ കുറിച്ച് പഠിക്കണം, ഗ്ലാസ് ലാബിനെ കുറിച്ച് പഠിക്കണം, അതുപോലെ പ്രിസത്തിനെ കുറിച്ച് പഠിക്കണം, ലെൻസിനെ കുറിച്ച് പഠിക്കണം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനലി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതിന്റെ ഇടയിൽ നമുക്ക് സ്കാറ്ററിംഗ്, ഡിസ്പേർഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്. സോ അതിലൂടെ നമ്മൾ കയറി ഇറങ്ങി നമ്മൾ പോകും. സോ ഇത്രയൊക്കെയാണ് മെയിൻലി റേ ഒപ്റ്റിക്സിൽ കാണാനുള്ളത്. സോ വി ഗോണ സ്റ്റാർട്ട് ഓഫ് വിത്ത് റിഫ്ലക്ഷൻ. എന്താണ് റിഫ്ലക്ഷൻ, എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സർഫസിൽ വന്ന് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ഗെറ്റിംഗ് വാട്ട്, അതിന്റെ പ്രതിബിംബം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്. 2 ലോസ് ആണ് റിഫ്ലക്ഷനെ ഗവേൺ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഇസ് ദാറ്റ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ഫസ്റ്റ് ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്ലക്ഷനും മാർക്ക് ചെയ്യുന്നത് മാറിപ്പോകരുത്. ഇതാണ് എന്റെ ഇൻസിഡന്റ് റേ ആൻഡ് ഇതാണ് എന്റെ റിഫ്ലക്റ്റഡ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ is actually marked with respect to the normal. നോർമലിന് വിത്ത് റെസ്പെക്ട് ആയിട്ടാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ലോ, ദ ഇൻസിഡന്റ് റേ, the reflected ray and the normal all lie in the same. സോ മക്കളെ ഇപ്പൊ 2 ലോസ് ആണുള്ളത്. രണ്ടാമത്തെ ലോസ് ആർ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. കണ്ടാൽ തന്നെ അറിയാം, എല്ലാ സാറ് ബുക്ക് ഈ നമ്മുടെ സ്ക്രീനിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ ക്ലിയർ ആണ്, എവറിത്തിങ് ഇസ് ലൈങ് ഓൺ ദ സെയിം പ്ലെയിൻ. ഓക്കെ, റിഫ്ലക്ഷൻ നമ്മൾ പഠിക്കുന്നത് ആരുടെയൊക്കെ റിഫ്ലക്ഷൻ ആണ്? ഒന്ന്, പ്ലെയിൻ മിറേഴ്സിന്റെ റിഫ്ലക്ഷൻ. ഫസ്റ്റ് വി ലേൺ അബൌട്ട് ദ റിഫ്ലക്ഷൻ ഡ്യൂ ടു എ പ്ലെയിൻ മിറർ. മക്കളെ മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. The second one we learn about the reflection due to a spherical mirror. Okay, നമ്മൾ ആദ്യം പ്ലെയിൻ മിററിന്റെ റിഫ്ലക്ഷനെ കുറിച്ച്, പിന്നെ സ്പെരിക്കൽ മിററിന്റെ റിഫ്ലക്ഷനെ കുറിച്ച്. ഇപ്പൊ പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്ലെയിൻ മിറേഴ്സ് എന്ന് പറയുമ്പോൾ സാറിന് ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയോ? ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സിറ്റുവേഷനാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കില്ല സ്കൂൾ ഫോട്ടോഗ്രാഫിന് വേണ്ടി ഞാൻ എൻ്റെ മുടിയൊക്കെ കഷ്ടപ്പെട്ട് ഒരു സൈഡിലേക്ക് ചീവി വെച്ചു. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോയി. ഫോട്ടോ എടുത്ത് വന്നപ്പോൾ ഫോട്ടോയിൽ എൻ്റെ മുടി ഓപ്പോസിറ്റ് സൈഡിലേക്ക്.
എനിക്ക് ആക്ച്വലി ഒന്നും മനസ്സിലായില്ല, കാരണം 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നില്ല. 10th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കണ്ണാടി കാണുന്നതല്ല ശരിക്കും, ലാറ്ററലി ഇൻവേർട്ടഡ് ആണ് കണ്ണാടി കാണുന്നത്. ഇപ്പൊ നമ്മൾ ആംബുലൻസിന്റെ സ്പെല്ലിങ് നമ്മൾ അവർ എങ്ങനെ എഴുതി വെക്കുന്ന ആംബുലൻസ് AMBUL ഇങ്ങനെ ആംബുലൻസ് എഴുതി വെക്കുന്നത് അല്ലെ. ഇങ്ങനെ തലകുത്തി എഴുതാൻ കാരണം എന്താ, നമ്മുടെ വണ്ടിയുടെ റിയർ വ്യൂ മിററിൽ നോക്കുമ്പോൾ ആംബുലൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കാനാണ്. കാരണം ആംബുലൻസ് നമ്മൾ പുറകെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വഴിമാറി കിടക്കണം. someone is in distress, someone is in pain, we have to quickly move out of the way. അപ്പൊ അതുകൊണ്ടാണ് ആംബുലൻസ് അങ്ങനെ തല തിരിച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ തല കുത്തിരുന്ന് വായിച്ചെടുക്കുമ്പോഴത്തേക്കും സമയമൊക്കെ പോകും. പണ്ട് ബാലഭൂമി ബാലരമയിലൊക്കെ മിറർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഭവം വരാറുണ്ട്. നമ്മളോട് പറയും കണ്ണാടിയിൽ നോക്കണം, go to the mirror and read it എന്ന് പറയുന്ന സംഭവം മിറർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. Okay. So the first point about a plane mirror you have to remember is the image formed by a plane mirror is laterally inverted. Laterally inverted ആണ് image. Okay. Lateral inversion ആണ് first point. രണ്ടാമത്തെ point, height of the object and the height of the image. The height of the image will be equal to the height of the object. രണ്ടാമത്തെ point. 3, if the object is at a distance u from the mirror, the image will also be at a distance u from the mirror. അപ്പോൾ object distanceും image distanceും equal ആണ്. That is the next point. Image laterally inverted ആണ്. Height of the image is equal to the height of the object. Object distance is equal to the image distance. ഇവിടെ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് പറയാം, പ്ലെയിൻ മിറർ ഡസ് നോട്ട് മാഗ്നിഫൈ ആൻ ഇമേജ്. പ്ലെയിൻ മിററിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഒരു പ്ലെയിൻ മിറർ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുന്നില്ല. M is equal to 1. A plane mirror does not magnify an image. മറ്റൊരു പോയിന്റ്, it forms a virtual image. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് കൂടി, if the object is moving with a velocity v towards the mirror or v1 towards the mirror, then the image will also move with a velocity v1 towards the mirror. ഒബ്ജക്റ്റ് v1 വെലോസിറ്റിയിൽ മിററിന്റെ അടുത്തേക്ക് പോയാൽ ഇമേജും v1 വെലോസിറ്റിയിൽ മിററിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. ഓർ നമുക്ക് പറയാം ഇവരുടെ, അതായത് ഇമേജിന്റെയും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്, റിലേറ്റീവ് വെലോസിറ്റി, ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 2v1 ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ട് മെയിൻലി ഉള്ളത്. ഇപ്പൊ പ്ലെയിൻ മിറേഴ്സ് കഴിയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് സ്പെരിക്കൽ മിറേഴ്സിലേക്കാണ്. സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ മിറേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. സ്പെരിക്കൽ മിറേഴ്സ്, there are 2 types of spherical mirrors. ഒന്ന് a concave mirror, 2 a convex mirror. കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. നിങ്ങൾ എവിടെ കോൺകേവ് എന്ന വാക്ക് കേട്ടാലും മക്കൾ ഓർക്കുക, ഫോക്കൽ ലെങ്ത് വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. റിപ്പീറ്റ്, നിങ്ങൾ എവിടെ കോൺകേവ് എന്ന വാക്ക് കേട്ടാലും ഓർക്കുക, ഫോക്കൽ ലെങ്ത് ഇസ് നെഗറ്റീവ്. നിങ്ങൾ എവിടെ കോൺവെക്സ് എന്ന വാക്ക് കേട്ടാലും, മേ ബി ഇറ്റ്സ് എ മിറർ ഓർ മേ ബി ഇറ്റ്സ് എ ലെൻസ്, നിങ്ങൾ എവിടെ കോൺവെക്സ് എന്ന വാക്ക് കേട്ടാലും ഓർക്കുക മക്കളെ, ഫോക്കൽ ലെങ്ത് ഇസ് പോസിറ്റീവ്. സ്പെരിക്കൽ മിറേഴ്സ് 2 ടൈപ്സ്, ഒന്ന് കോൺകേവ്, 2 കോൺവെക്സ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഏറ്റവും ആദ്യം ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ആണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇമേജ് ഫോർമേഷൻ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ഇന്ററാക്റ്റീവ് ടൂൾ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. I'll share the screen. Yes. As you can see here, ഒരു interactive screen നിങ്ങൾക്ക് കാണാം. Convex and concave mirrors. You can see the heading, right? ഇവിടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് നോക്കാം. This is the position of the object and I can vary the position of the object. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. O physics എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. You can get that. It is an open source.
നമ്മൾ ജിയോ ജിബ്ര എന്നൊക്കെ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂൾ വെച്ച് ഡെവലപ്പ് ചെയ്യുന്നതാണ് അവർ. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ 3 റേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് റേ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഫസ്റ്റ് റേ എന്ന് പറയുന്നാൽ ഇറ്റ് ഇസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കിക്കേ, ഫസ്റ്റ് റേ ഇറ്റ് ഇസ് പാസിംഗ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. കണ്ടോ? And after reflection, it emerges or passes through the focus of the mirror. അതാണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് റേ. സെക്കൻഡ് റേ നോക്കാം. A ray which is passing through the focus after reflection emerges parallel to the principal axis. അപ്പൊ ഈ നടുക്ക് വരുന്ന ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റേ നോക്കിക്കേ. A ray which is passing through the center of curvature after reflection from the mirror will emerge along the same path. നോക്കിക്കേ, സാർ അത് ചെറുതാക്കി വരച്ച് കാണിച്ചിട്ടുണ്ട്. A ray passing through the center of curvature after reflection from the mirror will retrace the original path again. അപ്പൊ ഈ 3 റേസില് ഏതെങ്കിലും 2 റേസ് വെച്ച് നമുക്ക് ഇമേജിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇഷ്ടമുള്ള 2 റേസ് യൂസ് ചെയ്താൽ മതി. ഏത് വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. പല പൊസിഷൻസിലുള്ള ഇമേജ് ഫോർമേഷൻ കാണും. Now ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. ഇത് ഫോക്കസ്, ദിസ് ഇസ് എഫ്. ഇതാണ് എന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന പോയിന്റ്. Now ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് ഞാൻ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് റിമെമ്പർ ദാറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ആക്ച്വലി ഈക്വൽ ടു 2f, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു r/2 ആണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് കേസിൽ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിയോണ്ട് ദ സി പോയിന്റ്. If the object is placed beyond C, മക്കൾ ഇമേജ് വന്നേക്കുന്ന നോക്കിക്കേ. ഇറ്റ് ഈസ് റിയൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റിയൽ, ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. ഞാനിത് പതുക്കെ ഇങ്ങനെ നീക്കുക, പതുക്കെ നീക്കി സെന്റർ ഓഫ് കർവേച്ചറിൽ കൊണ്ടുവച്ചു. സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചപ്പോ എന്ത് പറ്റി? What happens? Look at the values given there, മക്കളെ. When the object is placed at the center of curvature, the image will be formed at the same point. അപ്പൊ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ചു, ഇമേജ് ഇവിടെ തന്നെ ഫോം ചെയ്തു, സെന്റർ ഓഫ് കർവേച്ചർ തന്നെ ഫോം ചെയ്തു, അല്ലെ? And നോക്കിക്കേ, height of the object is equal to the height of the image. So ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന പോയിന്റ് പ്രത്യേകത. Height of the object will be equal to the height of the image. Distance of the object will be equal to the distance of the image. അതുപോലെ ഇമേജ് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഓക്കെ മക്കളെ, ഞാൻ എന്റെ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്ട് വീണ്ടും മാറ്റുന്നു. മൈ ഒബ്ജക്ട് ഇസ് നൗ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ നോക്കിക്കേ, ദ ഇമേജ് ഇസ് ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇറ്റ് ഇസ് മാഗ്നിഫൈഡ്. ഇപ്പോ ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, ദ ഇമേജ് ഇസ് മാഗ്നിഫൈഡ്. ശ്രദ്ധിക്കുക, ദ ഇമേജ് ഇസ് മാഗ്നിഫൈഡ്. ഓൾറൈറ്റ്. Now, what if I keep it at the focus? ഫോക്കസിൽ വെച്ചാൽ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും നോ ഇമേജ് പാരലൽ റേസ്. കറക്റ്റ് ആയിട്ട് വെച്ചാലേ പറ്റത്തുള്ളൂ. Yeah, that is when it is kept at the focus. ഫോക്കസിൽ വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി the image, no image parallel rays എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം the image is formed at infinity. അപ്പൊ ഫോക്കസിൽ വെച്ചാൽ അങ്ങ് ഇൻഫിനിറ്റിയിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബിയോണ്ട് സി വെച്ചപ്പോ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് സി വെച്ചപ്പോ അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചപ്പോ ബിയോണ്ട് സി, അറ്റ് എഫ് വെച്ചപ്പോ അങ്ങ് ഇൻഫിനിറ്റി, ബിറ്റ്വീൻ ദി പോൾ ഓഫ് ദ മിറർ ആൻഡ് ദ ഫോക്കസ് ഞാൻ വെച്ചപ്പോ, ബിറ്റ്വീൻ ദ പോൾ ഓഫ് ദ മിറർ ആൻഡ് ദ ഫോക്കസ് ഞാൻ വെച്ചപ്പോ ഐ എം ഗെറ്റിംഗ് എ വെർച്വൽ upright image. It's an upright image, it's a virtual image, and it is a magnified image. Virtual ആണ്, erect ആണ്, അത് magnified ആണ്. So that is how it is. Okay, so ഇതാണ് പല പൊസിഷൻസിൽ കോൺകേവിന്റെ മുമ്പിൽ പല പൊസിഷൻസിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ഫോർമേഷൻ. മക്കൾ ഇത് ശരിക്കും നന്നായി തന്നെ പഠിച്ചു വെക്കണം, because this is very very important. This is not something you can skip. Okay, ഇനി നമുക്ക് ഈ മിററിന്റെ നേച്ചർ ഒന്ന് മാറ്റാം. ഐ എം ഗോണ മേക്ക് ഇറ്റ് ആസ് എ കോൺവെക്സ്.
കോൺവെക്സ് ആക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു, കണ്ടോ? മുകളിൽ പേര് മാറി, കണ്ടോ? അപ്പൊ കോൺവെക്സ് ആയത് കണ്ടോ? ആദ്യം കോൺകേവ് ആയിരുന്നു, ഇപ്പൊ കോൺവെക്സ് ആയി. കോൺകേവ് ആയിരുന്നു, കോൺവെക്സ് ആയി, കേട്ടോ? അപ്പൊ ഈ ഒബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ തിരിക്കണം, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒബ്ജക്റ്റ് ഈ കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടില്, അപ്പൊ അത് കോൺവെക്സ് ആണ്. എന്റെ റൈറ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ഐ എം മൂവിങ് ദി ഒബ്ജക്റ്റ്. എന്റെ ഒബ്ജക്റ്റ് ഞാൻ ഈ ലെങ്ത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദിസ് ഇസ് ഹൗ ഐ എം മൂവിങ് ദ ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇങ്ങനെയാണ് എന്റെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴും ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്തേക്കുന്നത് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ ആണ്. ശ്രദ്ധിക്കണം, ഞാൻ എന്റെ ഒബ്ജക്റ്റിനെ പല പല പൊസിഷനിൽ വെച്ചു. കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടില് പല പല പൊസിഷൻസിൽ വെച്ചു. പക്ഷേ ഐ എം ഓൾവേസ് ഗെറ്റിംഗ് ആൻ അപ്രൈറ്റ്, വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. എവിടെയാ ഇമേജ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ. ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ പോൾ. ഇതാണ് എന്റെ കോൺവെക്സ് മിററിൽ എനിക്ക് കിട്ടുന്നത്. എവിടെ വെച്ചാലും വ്യത്യാസം വരുന്ന ഒരേ ഒരു പോയിന്റില് ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ, ടേക്കിംഗ് ദ ഫോക്കസ്, എനിക്ക് ഫോക്കസ് അപ്പുറത്തേക്ക് എടുക്കാം, അപ്പൊ ഇതിന്റെ മിറേഴ്സ് ഇതൊക്കെ മാറും. എനിവേ, ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റി കിട്ടും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻഫിനിറ്റി എന്ന് വന്നാൽ ഇറ്റ് അപ്പിയർസ് ടു ഡൈവേർജ് അവേ ഫ്രം ദ ഫോക്കസ്. ദാറ്റ്സ് ഐഡിയ. അപ്പോ ഈ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും കിട്ടാൻ പോകുന്ന ഇമേജ് നോക്കിക്കേ. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്, ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണ്. സോ ദാറ്റ് ഈസ് ദി ഐഡിയ മക്കളെ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. അപ്പൊ കോൺവെക്സും കോൺകേവിന്റെയും കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ പ്ലെയിൻ മിറർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കണ്ടീഷൻ കൂടിയുണ്ട് പ്ലെയിൻ മിറേഴ്സ്. അതായത് രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഒരു ആംഗിൾ തീറ്റയിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്. രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഒരു ആംഗിൾ തീറ്റയിൽ ഇരിക്കുകയാണ്. നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് n is equal to 360 by theta. നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് is 360 by theta. മക്കൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ 360 by തീറ്റയുടെ വാല്യൂ എപ്പോഴും ഓഡ് ആയിരിക്കും. എന്നിന്റെ വാല്യൂ കിട്ടുന്നത് എപ്പോഴും ഓഡ് ആയിരിക്കണം. മക്കൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെക്കും. അപ്പൊ 360 by തീറ്റ കിട്ടുന്നത് ഈവൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു -1 ചെയ്യണം. ഓക്കെ, റിപ്പീറ്റ് വൺസ് അഗൈൻ. എന്നിന്റെ വാല്യൂ നമ്പർ ഓഫ് ഇമേജസ് n will be should be എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ 360 by തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ, റിപ്പീറ്റ്, 360 by തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു -1 ചെയ്ത് അതിനെ ഓഡ് ആക്കി മാറ്റുക. ദാറ്റ് ഇസ് ദി ഐഡിയ. ഓക്കെ, അപ്പൊ ഇതാണ് മിറേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദ മെയിൻ പോയിന്റ്സ് റിഗാർഡിംഗ് മിറേഴ്സ്. ഇനി നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് കൂടി സാർ അയച്ചു തരാം as the class is over, and when the class is over. അപ്പൊ മക്കളെ, അടുത്തത് റിഫ്രാക്ഷനിലേക്കാണ് പോകുന്നത്. റിഫ്രാക്ഷൻ എന്താണ്? ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് ബേസിക്കലി പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ്. ആക്ച്വലി റിഫ്രാക്ഷൻ, നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്നറിയോ? നമ്മൾ മിറർ ഫോർമുലയെ കുറിച്ച് പറഞ്ഞില്ല, അതുകൂടി പറഞ്ഞു പോവാം. മിറർ ഫോർമുല ഫോർ എ സ്പെരിക്കൽ മിറർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 1/v plus 1/u is equal to 1/f. ഇവിടെ v എന്ന് വെച്ചാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, u എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, and f is the focal length. മക്കളോട് ഓൾറെഡി പറഞ്ഞു, കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിട്ട് എടുക്കാം? കോൺകേവ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമുക്ക് മറ്റൊരു ഫോമിലൂടെ എഴുതാം. ദാറ്റ് ഈസ് f is equal to vu by u plus v. ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇത് കൺവെൻഷൻ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്തോളാം, എങ്ങനെ എഴുതിയാലും. ദാറ്റ് ഇസ് ഓൺലി തിങ്. അതുപോലെ ഇവിടെ വരുന്ന മാഗ്നിഫിക്കേഷന്റെ ഫോർമുല -v/u. മിറേഴ്സിന്റെ കേസിലാണ് സാർ പറയുന്നത്. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു hi by ho. So the magnification is equal to -v/u, and that is equal to hi by ho. Okay, magnification. ഈ മാഗ്നിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഫോക്കസിന്റെ ഫോമിൽ എഴുതാം. മാഗ്നിഫിക്കേഷൻ m is equal to f divided by f minus u, അല്ലെങ്കിൽ f minus v divided by f. ഈ ഫോർമുലാസ് കൂടി മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ്. ഓക്കെ, മറക്കാതെ ഓർത്ത് വെക്കേണ്ട കണ്ടീഷൻസ് ആണ് all these things.
Please don't forget. All right. ഇനി വേണമെങ്കിൽ ഏരിയൽ മാഗ്നിഫിക്കേഷൻ കൂടി ഓർത്ത് വെച്ചോളൂ. ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗിവൺ ബൈ ദ ഏരിയ ഓഫ് ദ ഇമേജ് ബൈ ദ ഏരിയ ഓഫ് ദി ഒബ്ജക്ട് and that is equal to m square. M എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലീനിയർ മാഗ്നിഫിക്കേഷൻ ആണ്. ലീനിയർ മാഗ്നിഫിക്കേഷന്റെ സ്ക്വയർ ആണ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. MA is AI by AO. MA എന്ന് വെച്ചാൽ ഏരിയൽ മാഗ്നിഫിക്കേഷൻ, അതായത് ഏരിയയിലുള്ള മാഗ്നിഫിക്കേഷൻ. ഏരിയൽ മാഗ്നിഫിക്കേഷൻ. Alright, നമുക്കിനി തിരിച്ച് റിഫ്രാക്ഷനിലേക്ക് പോകാം. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബെൻഡിങ് ഓഫ് ലൈറ്റ്. When light moves from one medium to another, ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ the bending of light, അതാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ സംഭവം ഓർത്ത് വെക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ടേം എഴുതാം. ഡ്രോ എന്ന് പറയും. ഡ്രോ, പടം വരയ്ക്കുന്ന ഡ്രോ അല്ല ഇത്. It says denser to rarer, it bends away from the normal. That is the logic. Denser to rarer, away from the normal. ഇപ്പൊ നമ്മൾ പോകുന്നത് denser to rarer ആണ്. It's from denser to rarer. Denser to rarer, it bends away from the normal. Away from the normal എന്ന് പറയുമ്പോൾ ഇങ്ങനെ. Okay, it bends away from the normal. Denser to rarer condition is given like this. ഓർത്ത് വെക്കുക, ഒരെണ്ണം ഓർത്താൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. And this is here the angle of incidence, and this will be my angle of refraction. Okay, so when light is going from a denser medium to a rarer medium, it bends away from the normal. അപ്പൊ നേരെ തിരിച്ചാണെങ്കിലോ, rarer to denser ആണ് ലൈറ്റ് പോകുന്നതെങ്കിലോ, rarer to denser ആണ് ലൈറ്റ് പോകുന്നതെങ്കിൽ it will bend towards the normal. It will bend towards the normal. Okay, if it is going from a rarer medium to a denser medium, it will bend towards the normal. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണിത്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. Okay, so when light is going from denser to rarer and rarer to denser വരുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. N എന്ന് ഡിനോട്ട് ചെയ്യും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, and N is equal to C by V ആണ്. മക്കളെ C എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. V എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഓർ സ്പീഡ് ഇൻ എ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ആണ് N is equal to C by V എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുലയാണ്. സോ മക്കളെ, രണ്ട് മീഡിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ലൈറ്റ് ആദ്യം വരുന്ന മീഡിയത്തിനെ ഞാൻ N1 എന്നും ലൈറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അവനെ N2 എന്നാണ് വിളിക്കുന്നത്. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ മക്കളെ, ലൈറ്റ് വരുന്ന മീഡിയത്തിനെ N1 എന്നും ലൈറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അതിനെ ഞാൻ N2 എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ ഞാൻ ഇക്വേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടും, N2 by N1 is equal to V1 by V2, which is equal to lambda 1 by lambda 2. എക്സാമിന് വന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് മക്കൾ ഓർത്തു വെക്കുക. When light travels from one medium to another, frequency does not change. Frequency remains a constant. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി ആണ് മാറാതിരിക്കുന്നത്. വെലോസിറ്റി മാറും, വേവ് ലെങ്ത് മാറും, ഫ്രീക്വൻസി മാറില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സോഴ്സ് ഹു ഈസ് പ്രൊഡ്യൂസിങ് ദ ലൈറ്റ്. ലൈറ്റ് പ്രൊഡ്യൂസിങ് സോഴ്സിനെ മാത്രമേ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഫ്രീക്വൻസി മാറില്ല. ദ ഫ്രീക്വൻസി വാല്യൂ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ ഡ്രോ. റിഫ്രാക്ഷൻ നമുക്ക് രണ്ട് ലോസ് ആണ് റിഫ്രാക്ഷനിൽ. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ആസ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സോ അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ, ദ ഐഡിയ ഈസ് വെരി സിമ്പിൾ. The sine of angle of incidence to the sine of angle of refraction is a constant which is known as the refractive index of medium 2 with respect to medium 1. Or ഇതിനെ നമുക്ക് N2 by N1 എന്ന് എഴുതാം.
N2 1 എന്ന് വെച്ചാൽ N2 by N1. Or that is N1 sin I equal to N2 sin R. Okay. But Snell's law of refraction ഇതാണ് N1 sin I is equal to N2 sin R. ഇനി second law of refraction എന്ന് പറഞ്ഞാൽ the incident ray, the refracted ray and the normal all lie in the same plane. അതാണ് second law. Incident ray, the refracted ray, the incident ray, the refracted ray and the normal all lie in the same plane. Okay. ഇതാണ് Snell's law of refraction. ആദ്യം പറഞ്ഞ Snell's law of refraction, രണ്ടാമത് പറഞ്ഞത് the second law of refraction. സോ ഇതാണ് നമുക്ക് രണ്ട് ലോസ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇനി റിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഗ്ലാസ് ലാബിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കൊരു ഗ്ലാസ് ലാബ് എടുക്കാം മക്കളെ. ദിസ് ഇസ് എ ഗ്ലാസ് ലാബ് ഐ എം ടേക്കിംഗ്. ഗ്ലാസ് ലാബിന് ഇച്ചിരി കളറൊക്കെ കൊടുത്തെടുക്കാം. ഗ്ലാസ് ലാബിന് പച്ച കളർ കൊടുക്കാം. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ഗ്രീൻ കളർ. ഗ്ലാസ് ലാബ്. Okay. So how do you take it? Just a second, മക്കളെ. ഓക്കെ, നമുക്ക് ഗ്ലാസ് ലാബ് കിട്ടി. പച്ച കളർ ഗ്ലാസ് ലാബ് ആണ് എടുത്തത്. ഇറ്റ്സ് എ ഗ്രീൻ ഗ്ലാസ് ലാബ്. എന്റെ റേ ഓഫ് ലൈറ്റ് എവിടെ? എന്റെ റേ ഓഫ് ലൈറ്റ് ദേ വരുന്നു. എന്റെ റേ ഓഫ് ലൈറ്റ് മക്കളെ, റേ ഓഫ് ലൈറ്റ് വന്നു. റേ ഓഫ് ലൈറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇറ്റ് ഇസ് ഗോണ ബെൻഡ്. അപ്പൊ നമുക്കൊരു നോർമൽ വരച്ചേക്കാം. ദിസ് ഇസ് മൈ നോർമൽ ഹിയർ. ഇവിടെയും ഒരു നോർമൽ വരച്ചു. യെസ്. ആദ്യത്തെ സ്റ്റേജിൽ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം എ റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. Rarer to denser, it bends towards the normal. Rarer to denser, it bends towards the normal. ഇനി അടുത്ത മീഡിയത്തിൽ എന്താ സംഭവിച്ചേ? അടുത്ത മീഡിയത്തിൽ it is going from denser to rarer. It bends away from the normal. It bends away from the normal. With the bends away ആണ് സാർ എന്താ നോക്കിയെന്ന് അറിയാം, രണ്ടും പാരലൽ ആയിരിക്കണം. അതാണ് ഗ്ലാസ് പ്രിസത്തിന്റെ ഗ്ലാസ് ലാബിന്റെ ഏറ്റവും വലിയ കണ്ടീഷൻ. ഈ രണ്ട് റേസും, ഈ നമ്മുടെ ഈ റേയും they should be parallel to each other. അതായത് the incident ray and the emergent ray will be parallel to each other. And ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. Lateral shift. And it's given by the formula. നമ്മുടെ ഗ്ലാസ് ലാബിന്റെ തിക്നെസ് നമുക്ക് T എന്ന് എടുക്കാം. ഗ്ലാസ് ലാബിന്റെ തിക്നെസ് T ആണെങ്കിൽ it is actually given by the formula. നമുക്ക് സൈന്റെയും കോസിന്റെയും ഫോർമുല ഒക്കെ എഴുതുന്ന ഒരു ഫോർമുലയുണ്ട്. അങ്ങനെ പല ഫോർമുലാസ് ഉണ്ട്. നമുക്ക് ഒരൊറ്റ ഫോർമുലയല്ല ഉള്ളത് ഷിഫ്റ്റിനുള്ളത്. There are different formulas that we have. Okay. അപ്പൊ ലാറ്ററൽ ഷിഫ്റ്റ് നമുക്ക് S എന്നോ D എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ലാറ്ററൽ ഷിഫ്റ്റ്. ഓക്കെ, ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗ്ലാസ് ലാബിന്റെ കേസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ ഷിഫ്റ്റിന് പല ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം മക്കളെ. ആദ്യം ഒബ്ജക്റ്റ് ഡെൻസർ മീഡിയത്തിലും ആവുമ്പോൾ ഒരു കണ്ടീഷൻ എടുക്കും, അതുപോലെ റെയർ മീഡിയത്തിലാവുമ്പോൾ മറ്റൊരു കണ്ടീഷൻ എടുക്കും. ഒരു കാര്യം ചെയ്യാം, ഇത് സാറ് ടൂവേർഡ്സ് എൻഡ് തരാം, ബിക്കോസ് ഇത് രണ്ട് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. സോ ലാറ്ററൽ ഷിഫ്റ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ലാറ്ററൽ ഷിഫ്റ്റ് കഴിയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഏതാണെന്നറിയോ? പ്രിസത്തിനെ കുറിച്ചാണ് ലാറ്ററൽ ഷിഫ്റ്റ് പറയുമ്പോൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിക്കണം, ദ റീസൺ ഫോർ ഏർലി സൺസെറ്റ് ആൻഡ് സൺറൈസ്. നമുക്കൊക്കെ അറിയാവോ വാട്ട് ഇസ് ദ റീസൺ എന്ന്? ഏർലി സൺറൈസിനും ഏർലി സൺസെറ്റിന്റെയും റീസൺ എനിവൺ? It is actually refraction. Okay, the early sunset and early sunrise is actually due to refraction. അത് കാരണമാണ് വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. അതുപോലെ മറ്റൊരു ഫിനോമിനൻ ആണ് നമ്മുടെ റിഫ്രാക്ഷൻ കാരണം വരുന്നത്, ഡെസേർട്സിൽ വരുന്ന മിറാഷ് ഫോർമേഷൻ. അതായത് നമ്മൾ ടോം ആൻഡ് ജെറി കാർട്ടൂണൊക്കെ ഇല്ലേ, ടോം ആൻഡ് ജെറി കാർട്ടൂണിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ജെറിയും ടോമും ദാഹിച്ച് വരണ്ട് ഡെസേർട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ദേ ഒരു ഒയാസിസ്, അയ്യോമാര് ഓടിപ്പോയി ചാടും. പക്ഷെ എന്തായിരിക്കും അത് മക്കളെ, എന്തായിരിക്കും അത്? ടോം ആൻഡ് ജെറി കാർട്ടൂണില് ടോം ആൻഡ് ജെറി ഓടിപ്പോയി ചാടുമ്പോ വെള്ളമായിരിക്കുവോ? പറ, വെള്ളമായിരിക്കുവോ? ആരും ഇല്ല ഇവിടെ. വെള്ളമായിരിക്കും അവിടെ കാണുന്നത്?
Yeah, ചുമ്മാ അത് മണലായിരിക്കും അല്ലെ. It will just be the sand. സോ മിറാഷ് ഫോർമേഷൻ. നമ്മൾ നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ ഹൈവേയിലൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ദൂരേട്ട് നോക്കിയാൽ റോഡിൽ വെള്ളം കിടക്കുന്ന പോലെ തോന്നും. ഇറ്റ്സ് അഗെയിൻ മിറാഷ് ഫോർമേഷൻ. അപ്പോ നമ്മുടെ ഇതെല്ലാം റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്. റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിലും ബെറ്റർ ആയിട്ട് വി ഷുഡ് സേ ദാറ്റ് ദീസ് ആർ ദി ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എസിന്റെ ഒരു ഫോമുല എഴുതിയേക്കാം, ബാക്കി നമുക്ക് വഴിയെ കാണാം. ഒരു ഫോമുല ടി ഇൻറ്റു സൈൻ ഓഫ് ഐ മൈനസ് ആർ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് സാർ ഒരു ഫോമുല എഴുതുവാണ്, ബൈ കോസ് ആർ. ഇതൊരു ഫോമുലയാണ്. ഐ ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദിസ് ഇസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. കേട്ടോ, അപ്പൊ ഇത് ലാറ്ററൽ ഷിഫ്റ്റിന്റെ ഫോമുല എന്ന് പറഞ്ഞ് മക്കൾ പഠിച്ചു വെച്ചോളൂ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ നമ്മൾ എഴുതാൻ പോകുന്നത്. പറയടാ സർ. നേരത്തെ n equal to c by v ലെ c എന്താണ്? c is the speed of light in vacuum. 3 into 10 raised to 8. നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇല്ലേ, അതാണ് c. c is the speed of light in vacuum. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അത് ലൈറ്റിന്റെ വെലോസിറ്റി മീഡിയം വെച്ച് മാറും. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ആണ് v. മനസ്സിലായോ? ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടേമിലേക്ക് പോവാം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഐഡിയ വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷനായ മിറാഷ് എല്ലാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ് സംഭവിക്കുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ TIR. It happens when light is going from a denser medium to a rarer medium. Denser to rarer. Denser to rarer light പോകുമ്പോഴാണ് TIR സംഭവിക്കുന്നത്. 2. It happens when the angle of incidence is greater than the critical angle. Is greater than the critical angle. So that is when this happens. The angle of incidence is greater than the critical angle. So മക്കളെ ഓർത്തു വെക്കുക, very very important. The angle of incidence is greater than the critical angle. Okay, അപ്പൊ ഇത് ബേസ് ചെയ്ത് നമുക്ക് സ്നെൽസ് ലോ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. n is equal to 1 by sin IC. n is equal to 1 by sin IC. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് r equal to 90 ഡിഗ്രി വരുന്ന കണ്ടീഷനിലാണ്. അതായത് ഈ ഫിഗർ ഞാൻ ഒന്ന് വരച്ചാൽ ഒരു ലൈറ്റ് വരുന്നു. This is the angle of incidence and the angle of refraction മക്കളെ ഇങ്ങനെയാണ്. It is grazing the surface. When it is grazing the surface, ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. The angle of incidence for which the refracted ray grazes the surface, that is the critical angle. Okay, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ക്രിറ്റിക്കൽ ആംഗിൾ ഉണ്ട്. And remember this formula, n equal to 1 by sin IC. n is the refractive index of the denser medium. Denser mediumത്തിന്റെ refractive index ആണ് n എന്ന് പറയുന്നത്. That's the refractive index of the denser medium. All right? Okay. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. അതായത് ഡയമണ്ട് ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. ഓക്കെ, ഡയമണ്ടിന്റെ ബ്രില്യൻസ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അങ്ങനെ വേറെ കുറെ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ TIR. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, നമ്മുടെ ലോസ് ഓഫ് സിഗ്നൽ ഒന്നും ഇല്ലാത്ത ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്, നമ്മുടെ ടെക്നോളജി തന്നെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം എന്താണ്? TIR തന്നെയാണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഗ്ലാസ് സ്ലാബിനെ കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നു. Now I'm going to deal with the prism. പ്രിസത്തിന്റെ ബേസിക് കണ്ടീഷൻ ആണ് സാർ പറയാൻ പോകുന്നത്. ഒരു പ്രിസം എന്ന് പറയുമ്പോൾ മക്കളെ ഇതിനകത്ത് ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു റേ ഇതിനകത്ത് കയറുന്നു, ഇറ്റ് ഈസ് ബെൻഡിങ്. Rarer to denser bends towards the normal and denser to rarer bends away from the normal. So this is how it will be. ഇവിടെ നമ്മൾ ആംഗിൾ ഒക്കെ വരയ്ക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ this is my incident ray, this is my emergent ray drawn backward.
അപ്പൊ ഇതെല്ലാം നമ്മൾ വരച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആംഗിൾ ഇവിടെ കിട്ടും. ദാറ്റ് ആംഗിൾ വി കോൾ ഇറ്റ് ആസ് ദി ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇവിടെ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഡി വെച്ചോ ഡെൽറ്റ വെച്ചോ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യും. This will be your angle of incidence and this is going to be your angle of emergence. Okay. So മക്കളെ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട, പ്രിസത്തിൽ ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം the angle of deviation d അല്ലെങ്കിൽ ഡെൽറ്റ, ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ ഡി ഇട്ടു, അപ്പൊ ഡി തന്നെ ഫോളോ ചെയ്യുന്നു. d is equal to i1 plus i2 മൈനസ് എ. അതൊരു ഇക്വേഷൻ ആണ്. ഇവിടെ എ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദി ആംഗിൾ ഓഫ് ദ പ്രിസം. പ്രിസത്തിന്റെ ആംഗിളിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ദി ആംഗിൾ ഓഫ് ദ പ്രിസം. അപ്പൊ ഇവിടെ എഴുതുന്ന മറ്റൊരു ഫോർമുല ആംഗിൾ എ ഇസ് ഈക്വൽ ടു r1 plus r2. Let me mark that in the figure. r1 എന്ന് പറഞ്ഞാൽ ഇതാണ്, r2 എന്ന് പറഞ്ഞാൽ ഇതാണ്. r1 is the refraction at the first interface and r2 is the refraction at the second interface. അപ്പൊ d equal to i1 plus i2 minus a equal to r1 plus r2 എന്ന ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതിനോട് ചേർത്ത് ഓർത്ത് വെക്കേണ്ടതാണ് the refractive index in the formula n is equal to sine of a plus d by 2 a plus d by 2 divided by sine a by 2. This is the formula for the refractive index of a prism. മക്കളെ ഇവിടെ d നെ വിളിക്കുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, വേണമെങ്കിൽ ഡി എം എന്ന് എഴുതാം. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാണ് അവനെ വിളിക്കുന്നത്. ഇനി when theta is very small, മക്കളെ, when theta is very small, sin theta will be approximately theta. So this equation can be written as n into a equal to a plus dm. ഇങ്ങനെയാവും ഇക്വേഷൻ. Or you can write dm is equal to n into a minus dm is equal to a into n minus 1. So ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഇത് primarily for a thin angled prism അല്ലെങ്കിൽ സ്മോൾ ആംഗിൾഡ് പ്രിസം, ചെറിയൊരു ആംഗിൾ ഉള്ള പ്രിസത്തിനാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ ജനറൽ the refractive index is equal to sin of a plus d by 2 divided by sin a by 2 ആണ് നമ്മുടെ ജനറൽ ഫോർമുല. ഓക്കെ. ഇനി ഇതിനോട് ചേർത്ത് തന്നെ പ്രിസം പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ഡിസ്പേർഷൻ, മറ്റത് സ്കാറ്ററിംഗ്. ഒന്ന് ഡിസ്പേർഷൻ, മറ്റത് സ്കാറ്ററിംഗ്. ഓക്കെ. സോ ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ്. Now dispersion എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു പ്രിസത്തിനകത്ത് കയറുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് സ്പ്ലിറ്റഡ് അപ്പ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ അതിനകത്ത് 7 കളേഴ്സ് ഉണ്ട്. വിത്ത് ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് ആണുള്ളത്. അപ്പൊ ഇറ്റ് വിൽ ബി സ്പ്ലിറ്റിംഗ് അപ്പ് ഓർ ഗെറ്റിംഗ് ഡിസ്പേഴ്സ്ഡ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. ഏതിനാണോ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ, ഏതിനാണോ ഏറ്റവും വേവ് ലെങ്ത് കുറവ്, ആ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്, ഡിസ്പേർഷൻ കഴിഞ്ഞ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഒമേഗ എന്നൊരു ടേം ഡിഫൈൻ ചെയ്യും, which is a dispersive power. Dispersive power. Omega. And omega is equal to, നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, dispersive power mu v അല്ലെങ്കിൽ n v. നമുക്ക് mu യൂസ് ചെയ്യാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്, അല്ലെങ്കിൽ n എന്ന ലെറ്റർ യൂസ് ചെയ്യാം. mu r divided by mu minus 1. Mu v is corresponding for violet light and mu r is for red light. Mu minus 1 is the equation. ഈ mu എന്ന് വെച്ചാൽ mean refractive index എന്നാണ് വിളിക്കുന്നത്. mean refractive index എന്നാണ് അവനെ വിളിക്കുന്നത് മ്യൂവിനെ. ഒമേഗ ഡിസ്പേർസീവ് പവറിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയത്. ഒമേഗ is representing the dispersive power. ഓക്കെ. ഇനി മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? mu v plus mu r by 2. ഇതാണ് മീൻ ഡിസ്പേർസീവ് പവർ, മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. അപ്പൊ ഒമേഗ mu v minus mu r by mu minus 1 ആണ്. That is the equation. All right.
അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക ബേസിക്കലി. പിന്നെ നമുക്ക് അവിടെ ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ, ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ ഒക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. അത് കറസ്പോണ്ടിംഗ്ലി പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ സാറ് എക്സ്ട്രാ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സാർ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി റിഫ്രാക്ഷനിലേക്ക് വീണ്ടും പോകാം. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെരിക്കൽ സർഫസ്. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെരിക്കൽ സർഫസ്. ഒരു സ്പെരിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ മക്കളെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു സ്പെരിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: N2 by V minus N1 by U is equal to N2 minus N1 by R. ഒരു സ്പെരിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ this is the formula that we use. ഓക്കെ, അപ്പൊ സാറ് കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ N1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മീഡിയം ഫ്രം വിച്ച് ലൈറ്റ് ഇസ് കമ്മിങ്, ലൈറ്റ് വരുന്ന മീഡിയം, അതാണ് N1. N2 എന്ന് പറഞ്ഞാൽ N1 ൽ നിന്ന് ലൈറ്റ് വന്ന് N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്കാണ് പോകുന്നത്, അതാണ് N2. ഓക്കെ, സോ N1 is a medium from which light is coming and N2 is a medium on to which the light is going. മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു ഫോർമുല ബേസ് ചെയ്താണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്: 1/f is equal to N2 by N1 minus 1 into 1/R1 minus 1/R2. മക്കളെ, നിങ്ങൾ സൈൻ കൺവെൻഷൻ എടുക്കുമ്പോഴേ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലെൻസ് ആണെങ്കിലും മിറർ ആണെങ്കിലും കൺവെൻഷൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ റെയിന്റെ ഡയറക്ഷൻ അങ്ങനെ ഒന്നും പറയാതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നതൊക്കെ നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ വരുന്നതൊക്കെ പോസിറ്റീവ്. റിപ്പീറ്റ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നതൊക്കെ നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ വരുന്നതൊക്കെ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഈ സർഫസിലാണ് അല്ലെ. ഇവന്റെ കർവേച്ചർ ഇങ്ങോട്ടാ, ഈ കർവ് ഇങ്ങോട്ടല്ലേ, ദിസ് ഇസ് കർവ്. ഓക്കെ, അപ്പൊ ലൈറ്റ് ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്ന ഈ സർഫസിലാണ്, അവന്റെ കർവേച്ചർ ഇങ്ങോട്ടാണ്, അവന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് R1 എന്ന് വിളിക്കാം. അപ്പൊ റൈറ്റ് സൈഡിൽ വരുന്നത് പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നെഗറ്റീവ് ആണ്. റൈറ്റ് സൈഡിൽ വന്നാൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ വന്നാൽ നെഗറ്റീവ്. R1 ലൈറ്റ് രണ്ടാമത് ഹിറ്റ് ചെയ്യുന്ന ഈ സർഫസിലാണ്, ഇവന്റെ കർവേച്ചർ ഇങ്ങോട്ടാണ്, സ്പെസിഫിക് ഷേപ്പിന്റെ കർവേച്ചർ ഇങ്ങോട്ടാണ്. ഇതാണ് മക്കളെ R2 എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് അവർ R2. ഓക്കെ, സോ R1 ഉണ്ട്, R2 ഉണ്ട്. അപ്പൊ ലൈറ്റ് ആദ്യം വന്ന് ഹിറ്റ് ചെയ്യുന്നതിന്റെ കർവേച്ചറിനെയാണ് നമ്മൾ R1 എന്നും, ലൈറ്റ് രണ്ടാമത് വന്ന് ഹിറ്റ് ചെയ്യുന്നതിന്റെ കർവേച്ചറിനെ നമ്മൾ R2 എന്നും നമ്മൾ വിളിക്കും. സോ ദാറ്റ് ഈസ് എ ബേസിക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ഇപ്പൊ സാർ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ. ഓക്കെ, ഇത് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. തിൻ ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. 1/f is equal to 1/v minus 1/u. ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ഫോർമുലയാണ്. ഒരു ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ എങ്ങനെ എഴുതും? m is equal to v/u എന്ന് എഴുതാം, അല്ലെങ്കിൽ hi/ho എന്ന് എഴുതാം. ഇനി അതും അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ ഫോർമുല നമുക്ക് എഴുതാം. മാഗ്നിഫിക്കേഷൻ is equal to f/f plus u. കൺവെൻഷൻ അപ്ലൈ ചെയ്തോളണം കേട്ടോ. Or this is equal to f minus v/f. That's also another formula. Okay, so f/f plus u അല്ലെങ്കിൽ f minus v/f എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം മാഗ്നിഫിക്കേഷന്റെ ഫോർമുല. ഓക്കെ, കൺവെൻഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകും, മക്കൾ അത് ശ്രദ്ധിച്ചോളാം. കൺവെൻഷൻസ് മസ്റ്റ് ബി കറക്റ്റ്. ഓക്കെ, ഇനി പവർ ആണ് ഈ ലെൻസിന്റെ പവർ. ലെൻസിന്റെ പവർ is given by power is equal to 1/f. ഇവിടെ മക്കൾ ഓർക്കണം, ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഇൻ മീറ്റേഴ്സ്. ഫോക്കൽ ലെങ്ത് മീറ്ററിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ആൻഡ് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ക്യാപിറ്റൽ D is a representation for diopter. ഓക്കെ, ഇനി സപ്പോസ് ഒന്നോ രണ്ടോ ലെൻസസ് ചേർത്ത് വെച്ചേക്കുമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് വൺ ലെൻസ്, ദിസ് ഇസ് another ലെൻസ്. അങ്ങനെ കുറച്ച് ലെൻസ് they are placed close to each other. If that is the situation, if some lenses are placed close to each other, നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫോക്കൽ ലെങ്ത് ഇങ്ങനെ വിളിക്കാം. 1/f is equal to 1/f1 plus 1/f2 plus 1/f3. So focal length.
ഇതിന്റെ റെസിപ്രോക്കൽ ആണ് പവർ. അപ്പൊ പവർ നമുക്ക് പവർ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 എന്ന് എഴുതാം മക്കളെ. ഇത് ബേസ് ചെയ്ത് നമ്മൾ മാഗ്നിഫിക്കേഷൻ പറയുമ്പോൾ ഇറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു M is equal to M1 into M2 into M3. അപ്പൊ ഫോക്കൽ ലെങ്ത് എഴുതി, പവർ എഴുതി, മാഗ്നിഫിക്കേഷൻ എഴുതി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് കണ്ടീഷൻസ്. ഓൾറൈറ്റ്, ഇനി പെട്ടെന്ന് നിർത്തുവാണ് സാറ്. നിർത്താൻ സെൻസ് ഇക്വേഷൻസിൽ നിന്ന് വിട പറയാറായി നമ്മള്. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി സാറിന് കാണിച്ചു തരണം. നമ്മുടെ ലെൻസിന്റെ കണ്ടീഷൻസ്. ലെൻസിന്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്. നമുക്കിവിടെ ലെൻസ് ചൂസ് ചെയ്യാം. ലെൻസ്, ലെൻസിൽ വരുന്ന ഇമേജ് ഫോർമേഷൻ ആണ് കേട്ടോ പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം. ആദ്യം കോൺവെക്സ്. മക്കളെ ഓർക്കണം, കോൺവെക്സിന് 1-2 പേരുണ്ട്. നിങ്ങൾ കൺവേർജിങ് ലെൻസ് എന്ന് കേട്ടാലും, ഡബിൾ കോൺവെക്സ് അല്ലെങ്കിൽ ബൈ കോൺവെക്സ് എന്ന് കേട്ടാലും നമ്മുടെ കോൺവെക്സിന് തന്നെ ഉദ്ദേശിക്കുന്നത്, വേറെ ആരുമല്ല കേട്ടോ. ഡൈവേർജിങ്, കൺവേർജിങ്, അതുപോലെ കോൺവെക്സ്, ബൈ കോൺവെക്സ്, ഡബിൾ കോൺവെക്സ്, ഇതൊക്കെ കോൺവെക്സിന് തന്നെ പേരാണ്. അപ്പൊ ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ -8 2F വരുന്നത്. -8 2F വരുന്നത്. ദിസ് ഇസ് ദ 2F പോയിന്റ്. ഓക്കെ, സോ മക്കളെ ഇവിടെ നോക്കിക്കേ. ഇഫ് ദ ഒബ്ജക്ട് ഇസ് കെപ്റ്റ് ബിയോണ്ട് 2F, ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ F and 2F on the other side. Okay, the image is real, inverted and diminished ആണ്. Image is real, inverted and diminished ആണ്. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവന്നു. 2F വെച്ചു. 2F വെക്കുമ്പോൾ മക്കളെ ഇമേജും 2F തന്നെ കിട്ടുന്നേ. 2F കറക്റ്റ് ആയിട്ട് വെച്ചു. യെസ്, ഇമേജും എവിടെ തന്നെ കിട്ടുന്നേ? 2F തന്നെയാണ് കിട്ടുന്ന ഇമേജ്. ഓക്കെ, ഇഫ് ഐ പ്ലേസ് ഇറ്റ് ബിറ്റ്വീൻ 2F and the focus, what will happen? 2F ന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെച്ചു. നോക്കിക്കേ മക്കളെ, we are getting an enlarged image beyond 2F on the other side. Okay, so ആദ്യം നമ്മൾ beyond 2F വെച്ചു, diminished image. At 2F വെച്ചു, equal size. Between 2F and focus വെച്ചു, we are getting a magnified real image. Okay, now slowly ഞാൻ ഫോക്കസിൽ വെച്ചപ്പോൾ I got the image as at infinity. അങ്ങ് ഇൻഫിനിറ്റിയിലാണ് എനിക്ക് കിട്ടി. ഫോക്കസിൽ വെച്ചപ്പോ between the focus and the O is known as the optical center. There is an O here which is the optical center. So optical center നും ഫോക്കസിനും ഇടയിലാണ് the object എങ്കിൽ the image is going to be virtual, erect. Okay, it is going to be virtual and erect image. So മക്കളെ ഓരോ പൊസിഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സർ ഓടിച്ചിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ബിയോണ്ട് സി വെക്കുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആൻഡ് 2F. അറ്റ് 2F വെച്ചാൽ അറ്റ് 2F. ബിറ്റ്വീൻ 2F ആൻഡ് ഫോക്കസ് വെച്ചാൽ ബിയോണ്ട് 2F. അറ്റ് ഫോക്കസ് വെച്ചാൽ ഇൻഫിനിറ്റി. ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ദ ഒപ്റ്റിക്കൽ സെന്റർ വെച്ചാൽ ഇറ്റ് ഈസ് അഗെയിൻ a virtual image, erect image and magnified image. അതാണ് നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവ് ലെൻസ് കൂടി കാണിച്ചു തരാം. കോൺകേവ് കാണിക്കാൻ എളുപ്പമാണ്. വലുതാക്കി എന്ന് പൊട്ടിച്ചു. ദിസ് ഇസ് എ കോൺകേവ് ലെൻസ്. കോൺകേവിനെ നമ്മൾ ഡൈവേർജിങ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. കോൺവെക്സിനെ കൺവേർജിങ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ കോൺകേവിനെ നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കാൻ മക്കളെ, ഒബ്ജക്റ്റ് ഞാൻ പല സ്ഥലത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഇമേജ് വിൽ ബി ഫോം ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ദ സെന്റർ. ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും the image will be formed. Object എവിടെ വെച്ചാലും മക്കളെ the image will be formed in between the focus and the optical center of the lens. അതാണ് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത. കോൺവെക്സ് എല്ലാം മാറിപ്പോകരുത്. സാർ ഇടയ്ക്ക് കോൺവെക്സ് പറഞ്ഞാൽ സാറിന് തിരുത്തിക്കോളാം. ഇറ്റ് ഇസ് എ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകതയാണ് സാർ പറഞ്ഞത്. ഓക്കെ, so that is the idea, the concave ലെൻസിന്റെ ഒരു ഐഡിയ. So these are the things we have already learned. എന്തൊക്കെ? നമ്മൾ കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പഠിച്ചു, കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ച് പഠിച്ചു, കോൺകേവ് ലെൻസിലേക്ക് മാറി, കോൺകേവ് ലെൻസിന്റെ ഡിഫറെന്റ് പൊസിഷൻസിലുള്ള ഇമേജ് ഫോർമേഷനും നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ഫോർ എ കോൺകേവ്
as well as for a convex lenses. Okay, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മക്കളെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. Sir, refraction at a spherical surface in the slide ഒന്ന് കാണിച്ചു തരുമോ? Refraction at a spherical surface in the slide കാണിച്ചു തരാം. This is the equation for refraction at a spherical surface. രണ്ടാമത് എഴുതിയിരിക്കുന്നതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. മൂന്നാമത് എഴുതിയിരിക്കുന്നതാണ് തിൻ ലെൻസ് ഫോർമുല. അവിടെ മാഗ്നിഫിക്കേഷൻ എഴുതി V/U HI/HO, അല്ലെങ്കിൽ M = F/F+U, അല്ലെങ്കിൽ പവർ = 1/F, and the unit of power is in diopters. Okay, sir. ഇതിന്റെ ബാക്കിലത്തെ സ്ലൈഡും കൂടി ഒന്ന് കാണിച്ചു തരുമോ? Yes. Thank you, sir. All right. Okay, Makle, let's move over to the last set of equations for this topic, and that is about an optical instrument. Optical instrument is the main മൂന്ന് optical instruments നെ കുറിച്ചാണ്. ഒന്നാമത്തെ optical instrument എന്ന് പറഞ്ഞാൽ it is our simple microscope. Simple microscope എന്ന് പറയുമ്പോൾ ഒരൊറ്റ ലെൻസേ ഉള്ളൂ. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒറ്റ ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന്, മാഗ്നിഫിക്കേഷൻ when the image is formed at normal vision. അപ്പോൾ നമ്മൾ ഒന്നാമത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് at normal vision അല്ലെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഫാർ പോയിന്റ്. ഈ മൂന്ന് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നോർമൽ വിഷൻ, ഇൻഫിനിറ്റിയിലുള്ളത്, അല്ലെങ്കിൽ ഫാർ പോയിന്റ്. ഓക്കെ, അപ്പോ ഈ ഒരു കേസ് വന്നാൽ ഈ മൂന്ന് വേർഡിൽ ഏതെങ്കിലും വേർഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടെന്ന് വിചാരിച്ചോ, നോർമൽ വിഷൻ എന്നോ ഇൻഫിനിറ്റി എന്നോ ഫാർ പോയിന്റ് എന്നോ, then മക്കളെ ഇവിടെ വരുന്ന കണ്ടീഷൻ ഇതാണ്. The magnification will be equal to D/F. D is the least distance of distant vision and F is corresponding to the focal length of the lens. രണ്ട്, strained vision. Near point, least distance of distant vision. ഇങ്ങനെയൊക്കെ കണ്ടാൽ least distance of distant vision. ഇങ്ങനെയൊക്കെ കണ്ടാൽ മക്കളെ നമ്മുടെ ഫോർമുല will be M is equal to 1 plus D/F. So ഇതാണ് നമ്മുടെ രണ്ട് ഫോർമുലാസ്. ആദ്യം പറഞ്ഞു M equal to D/F ആണ്. ഇപ്പൊ പറയുന്നു M is equal to 1 plus D/F ആണ്. ഇതാണ് നമ്മുടെ two very most important formulas which I've just mentioned here. Okay, so മക്കളെ, I hope you have understood that. Sir, D എന്താണ്? V. D. D is the least distance of distant vision. അതായത് നമ്മുടെ കണ്ണിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത്. ഒരു സാധാ ഒരാൾക്ക്, കണ്ണാടി ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ 25 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് നോർമലി കാണാൻ പറ്റുന്ന ഒരു സംഭവം, അതാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ മോളെ? Yes, sir. Okay. ഇനി ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുക്കുമ്പോൾ, നെക്സ്റ്റ് ഫോർ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അവനും ഇതേ ടേംസ് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പൊസിഷൻസ് ആണ് വീണ്ടും എടുക്കുന്നത്. നോർമൽ വിഷൻ,
നോർമൽ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഐഡിയ? ലെറ്റ്സ് സീ. നോർമൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ മാഗ്നിഫിക്കേഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇൻഫിനിറ്റിയിലാണ്. സോ മാഗ്നിഫിക്കേഷൻ m is equal to VO by UO D by FE. That's a magnification for a normal vision. ഇനി രണ്ട് സ്ട്രെയിൻഡ് വിഷൻ ആണെന്ന് വിചാരിച്ചോളൂ. സ്ട്രെയിൻഡ് വിഷൻ. സ്ട്രെയിൻഡ് വിഷൻ ആണെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല ഒന്ന് മാറും. m is equal to VO by UO. മക്കളെ VOയും UOയും എന്താന്ന് അറിയണം. 1 plus D by F. ഓക്കെ, ഇവിടെ VO എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുക്കുന്നുണ്ടല്ലോ, രണ്ട് ലെൻസ് ഉണ്ട്. ഒരു ലെൻസ്, മറ്റൊരു ലെൻസ്. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡിയ പ്രകാരം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ രണ്ട് ലെൻസ് ഉണ്ട്. ഒരെണ്ണം ഒബ്ജക്റ്റീവ്, ഒരെണ്ണം ഐ പീസ്. പക്ഷെ ഏതാണ് ഒബ്ജക്റ്റീവ്, ഏതാണ് ഐ പീസ്? Which is the objective and which is the eyepiece? ഏതാ മക്കളെ? സോ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്നത് ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്നത് ഒബ്ജക്റ്റീവ്. സോ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ഇതാണ്. സോ ദിസ് ഷുഡ് ബി ദ ഒബ്ജക്റ്റീവ് ടേം. ഓക്കെ, ഒബ്ജക്റ്റീവ് ടേം ഇതായിരിക്കും, ബിക്കോസ് ഇതാണ് ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട് F. ഇത് ദൂരെ വെക്കുന്നതാണ്. സോ ഇതായിരിക്കണം ഇമേജ്. I mean, the focal length of the image നമുക്ക് FE എന്ന് എടുക്കാം, ഈ ലെൻസ് കാരണം. ഇപ്പൊ കോമൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് ലെൻസ് ഉണ്ട്. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുത്. ചെറുതാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്നത്, വലുതാണ് നമ്മുടെ കണ്ണിലെന്റെ അവിടെ വെക്കുന്നത്. നേരെ തിരിഞ്ഞാണ് ടെലിസ്കോപ്പിൽ വരുന്നത്. റിപ്പീറ്റ് അഗെയിൻ, വലുതാണ് നമ്മുടെ കണ്ണിന്റെ അവിടെ വെക്കുന്നത്. സോറി, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ focal length of the objective will actually be less than the focal length of the eyepiece. Focal length of the objective will be less than the focal length of the eyepiece. Okay, so മക്കളെ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. രണ്ട് ലെൻസ് ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഒരു ഇമേജ് വരും, ഒബ്ജക്റ്റ് വരും, ഒരു ഇമേജ് ഫോം ചെയ്യും. This image will act as the object for the next lens and hence forming the image. Okay, ഇങ്ങനെയാണ് വരുന്നത്. ഏകദേശം ഒരു രൂപരേഖയാണ് സാർ വരച്ചത്. ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ് നോർമലി. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി അടുത്തത് നമുക്കുള്ളത് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് അബൌട്ട് ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് വിൽ ബി ലാർജർ, FO ഗ്രേറ്റർ ദാൻ FE ഫോർ ടെലിസ്കോപ്പ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ടെലിസ്കോപ്പ് എന്ന് പറയുമ്പോൾ ദൂരെയുള്ള ഒബ്ജക്ട്സിനെ അടുത്ത് കാണാൻ, ദൂരെയുള്ള ഒബ്ജക്ട്സിനെ അടുത്ത് കാണണമെങ്കിൽ മാക്സിമം ലൈറ്റിനെ അബ്സോർബ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ FO വലുതാക്കിയെടുത്തത്. ഇനി ടെലിസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ ഇങ്ങനെ എഴുതും, m is equal to FO by FE. m is equal to FO by FE. ഇത് നോർമൽ വിഷന് വേണ്ടിയുള്ളതാണ്. നോർമൽ വിഷൻ. ഓക്കെ, ഇനിയും ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മക്കളെ ഫോർമുല മാറും. m is equal to FO by FE plus 1 plus D by FE by D. So മക്കളെ FO by FE into 1 plus FE by D ഇങ്ങനെയാണ് വരുന്നത്. FO by FE into 1 plus FE by D. അതുപോലെ ഇവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലെൻസിൽ ഇമേജ്, മറ്റു ലെൻസിന്റെ ഒബ്ജക്റ്റ് അറ്റാക്ട് ചെയ്യും. ആൻഡ് ഇവരെ നമ്മൾ എൻക്ലോസ് ചെയ്തേക്കുന്ന ഒരു ട്യൂബാണ്. ആ ട്യൂബിന്റെ ലെങ്ത് ഇറ്റ്സ് ഗിവൺ ബൈ FO plus FE. ദാറ്റ് ഇസ് ദ ലെങ്ത്. ലെങ്ത് ഇസ് ഈക്വൽ ടു FO plus FE എന്നാണ് വരുന്നത്. അപ്പോ നമ്മൾ ആ എടുത്ത ടെലിസ്കോപ്പിന്റെ ലെങ്ത് ആണ്, നോർമൽ വിഷൻ കറസ്പോണ്ടിങ് ടു ആയിട്ടുള്ള ലെങ്ത് ആണ് L equal to FO plus FE ആയിട്ടാണ് വരുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ന്യൂമറിക്കൽ ഡിസ്കഷൻ ഫോർ റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫോർമുലാസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾ ഫോർമുലാസ് റെഡി ആക്കി വെച്ചിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങാൻ വേണ്ടി. So keep it ready with you. The formula papers and everything should be ready. Okay.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതിന്റെ ബേസിക് ഐഡിയാസ് എല്ലാം പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട് പറയാൻ, ദാറ്റ് ഇസ് അബൌട്ട് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അത് സാറ് പ്രോബ്ലം വരുമ്പോൾ സാർ പറഞ്ഞു തരാം റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്തിന്റെ കൺസെപ്റ്റ്. ഇത് കണ്ടില്ലേ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാം. നമുക്കൊരു സെഷൻ കൂടി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം ഈ സെഷന്. Then we shall wind up. Okay. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Reflection of light by spherical mirrors. The first question we are going to do is question number 1. Okay. ആദ്യത്തെ question. An object is placed at a distance of 40 centimeter from a concave mirror of focal length 15 centimeter. If the object is displaced through a distance of 20 centimeter towards the mirror, displacement of the image will be. അതായത് രണ്ട് കേസ് എടുത്ത് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എത്രമാത്രം മൂവ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അതാണ് കൺസെപ്റ്റ്. അപ്പൊ കോൺകേവ് മിറർ ആണ് നമുക്കുള്ളത്. ദിസ് ഇസ് മൈ കോൺകേവ് മിറർ. അപ്പൊ ഇനീഷ്യലി അവർ ക്വസ്റ്റ്യനിൽ പറയുന്നു ഒബ്ജക്റ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 സെന്റിമീറ്റർ ഫ്രം ദ കോൺകേവ് മിറർ. മിററിന്റെ ഫോക്കൽ ലെങ്ത് 15 ആണ്. അപ്പൊ റേഡിയസ് കർവേച്ചർ അറിയാം. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നത് ബിയോണ്ട് സി, 40 സെന്റിമീറ്റർ ഫ്രം ദ കോൺകേവ് മിറർ. ഇത് 40 സെന്റിമീറ്റർ ആണ്. ഇഫ് ദ ഒബ്ജക്റ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ 20 സെന്റിമീറ്റർ ടുവേർഡ്സ് മിറർ. അപ്പൊ ഫസ്റ്റ് കേസിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ആണ്, ഫോക്കൽ ലെങ്ത് 15 ആണ്. നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഇമേജ് പൊസിഷൻ. ഇമേജ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 1/v plus 1/u is equal to 1/f. അപ്പൊ 1/v will be corresponding to 1/u. ലെഫ്റ്റ് സൈഡിൽ വരുന്ന മെഷർമെന്റ്സ് എല്ലാം മക്കളെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ 1/v is equal to 1/f minus 1/u. ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം നെഗറ്റീവ് എടുക്കുക. ഫോക്കൽ ലെങ്ത് ഇപ്പൊ നെഗറ്റീവ് വരും. 1/-15 minus 1/-40. The minus plus I, so that will be minus 1/15 plus 1/40. 40 minus 50 എന്ന് പറയുമ്പോൾ 25 വരും. 25, 30, 40, yeah. Minus 25 divided by 15 into 40. So that will be ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 8. So 8 3 is 24. So V is equal to minus 24 എന്നാണ് നമുക്ക് കിട്ടുക. V is corresponding to minus 24. That's what you get. V is equal to minus 24. Okay. അടുത്ത കേസിൽ അവർ പറയുന്നുണ്ട് it is displaced through a distance of 20 centimeter towards the mirror. മക്കൾ ഇവിടെ നോക്കിക്കോളേ. ആദ്യം ഇത് ഇവിടെ ആയിരുന്നല്ലോ. ഇവനെ എന്ത് ചെയ്തു അവര്? We are actually displacing it through a distance of 20 centimeter towards the mirror. മിററിന്റെ അടുത്തേക്ക് ഞാൻ ഡിസ്പ്ലേസ് ചെയ്തു. 20 സെന്റിമീറ്റർ ആണ് ഡിസ്പ്ലേസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് പറയുമ്പോൾ 30 വരും. ഓൾറെഡി 40-ലായിരുന്നത്. 20 സെന്റിമീറ്റർ ഡിസ്പ്ലേസ് ചെയ്താൽ ഏകദേശം ഇവിടെ എത്തും. ഓക്കെ. സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് ഗോണ ബി വാട്ട്? ഇതെന്തായിരിക്കും പറയാമോ ആർക്കെങ്കിലും? 20 സെന്റിമീറ്റർ ഇങ്ങോട്ടാണ് ഞാൻ നീക്കിയത്. അപ്പൊ 20 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീക്കിയപ്പോ ദിസ് ഇസ് ഗോണ ബി ഫോക്കൽ ലെങ്ത് 15 ആണ്. മക്കളെ പറയാമോ എത്ര വരുമെന്ന്? ഈ ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് പറഞ്ഞേടാ. 20. Yes, 20. Because 20 സെന്റിമീറ്റർ ഇങ്ങോട്ട് നീക്കി. ഇനീഷ്യലി 40 സെന്റിമീറ്റർ ആയിരുന്നു ഡിസ്റ്റൻസ്. ഇപ്പൊ U20 വന്നു. അപ്പൊ നമുക്ക് അവിടെ V കണ്ടുപിടിക്കാം. 1/v is equal to 1/f minus 1/u. 1/f എന്ന് പറയുമ്പോൾ 1/-15 minus 1/20 plus I. Minus 20 plus 15, that will be minus 5 divided by 15 into 20. 5 4 വരും. So that will be minus okay. That will be minus 1/15 4s are
60. അപ്പോൾ വിന്റെ വാല്യൂ 60 വരും. അപ്പോൾ ഫസ്റ്റ് വി -24, പിന്നെ വി ഡാഷ് എന്ന് എടുക്കാം നമുക്ക്. വി ഡാഷ് ഇസ് ഈക്വൽ ടു -60. ഓക്കെ, അപ്പൊ ആദ്യം -24ലാണ് ഇരുന്നത്, അതായത് ആദ്യം ഇരുന്നത് ഏകദേശം ഇവിടെ. ഓക്കെ, ഇപ്പൊ ഇരിക്കുന്നത് ബിയോണ്ട്, ഇത്രയും ദൂരം അവൻ മൂവ് ചെയ്തു. സോ ആദ്യം വരുന്നത് ഇവിടെ സാർ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഇത് നമ്മുടെ എഫ് ആണ്, ഇത് നമ്മുടെ ആർ ആണ്. ആദ്യം ഇരുന്നത് ഇവിടെ 24-ല്, അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു. Okay, so what is the difference? V dash minus V is equal to 60 minus 24. V dash minus that is equal to 60 minus 24, and that is going to be 36. So 36 centimeter away from the mirror is what they are moving. Adin 24 ayarnu, pinna 60 like poi. This is actually moving away from the mirror. മിററിന്റെ ദൂരേക്ക് പോവുകയാണ്, മിററിന്റെ അടുത്തേക്കല്ല, ദൂരേക്ക്. സോ ദ കണ്ടീഷൻ വുഡ് ബി, ദ ആൻസർ വുഡ് ബി 36 സെന്റിമീറ്റർ away from the mirror. മക്കൾക്ക് മനസ്സിലായോ? സാർ ഒന്നുകൂടെ പറയണോ ഈ ക്വസ്റ്റ്യൻ? ഷുഡ് ഐ റിപ്പീറ്റ് ദിസ് ക്വസ്റ്റ്യൻ അഗെയിൻ? ആദ്യത്തെ കേസിലുള്ള ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കേസിൽ 20 സെന്റിമീറ്റർ അങ്ങോട്ട് നീക്കി. അതിന്റെ അർത്ഥം എന്താ? 20 സെന്റിമീറ്റർ അങ്ങോട്ട് നീക്കിയാൽ ദ മീനിങ് ഇസ് അവിടെ U20 വരും. എന്തുകൊണ്ടാണ്? അപ്പൊ ആദ്യം 40 ആയിരുന്നു, ഇപ്പൊ 20 മിററിന്റെ അടുത്തേക്ക് നീക്കി, ബാക്കി 20 ഉള്ളൂ, 20 വരും. Then 1/v dash is equal to 1/f plus 1/u ഫോർമുല ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 1/f minus 1/u എന്ന് വരും, and you get the answer. മക്കളെ ചെയ്ത് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ സാറ്? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ റബ്ബ് ചെയ്തോട്ടെ. Next question. ഒരു match the following ചെയ്യാം നമുക്ക്. Match the corresponding entries of column 1 with column 2. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന രണ്ട് പോയിന്റ്സ്, കോൺകേവ് എന്ന് എവിടെ കേട്ടാലും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് എന്ന് എവിടെ കേട്ടാലും ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. പിന്നെ മറ്റൊരു കാര്യം, റിയൽ ഇമേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അവന്റെ മാഗ്നിഫിക്കേഷൻ എടുക്കുമ്പോൾ അത് എപ്പോഴും നെഗറ്റീവ് വേണം വരാൻ. ഓക്കെ, വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് ഇറക്റ്റ് ആണ്, അപ്പൊ അവന്റെ മാഗ്നിഫിക്കേഷൻ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. സോ m is equal to -2. മാഗ്നിഫിക്കേഷൻ -2 എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. മാഗ്നിഫിക്കേഷൻ -2 അല്ലെ, എന് കറസ്പോണ്ടിങ് ആയിട്ട് P ഉണ്ട്, S ഉണ്ട്. m is equal to -2. m equal to -2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബേസിക്കലി അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. m equal to -2 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തല തിരിച്ചൊരു ഇമേജ് ആണ് m equal to -2. അപ്പൊ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുമ്പോൾ അതൊരു റിയൽ ഇമേജ് ആണ്. അപ്പൊ AR അത് കറക്റ്റ് ആണ്. എയും ആറും വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? രണ്ട് ഓപ്ഷൻസ് അല്ല, 3 ഓപ്ഷൻസ് ഉണ്ട്. ഇനി -2 വരുന്ന മറ്റൊരു കേസ്, ഈ കോൺകേവ് മിറർ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, കോൺവെക്സ് യൂസ് ചെയ്താൽ പറ്റില്ല. AQ, ക്യൂവും ആറും വരുന്ന ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. അപ്പോ A എന്താണ്? ആറാണ്. Q അല്ല, S. അടുത്തത് എന്താണ്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? m equal to -2 തന്നെ, ഇറ്റ്സ് എ റിയൽ ഇമേജ് ആൻഡ് എ കോൺകേവ് മിറർ. അപ്പൊ ആറും ക്യൂവും പോസിബിൾ ആണ്. B നോക്കാം, -1/2. B is -1/2. ഇത് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, B equal to -1/2. അപ്പൊ B is corresponding to Q, which is a concave mirror. പോസിറ്റീവ് വരുമ്പോൾ മക്കളെ അതൊരു കോൺവെക്സ് മിറർ ആണ്, അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, സോ ദിസ് ഇസ് എ വാല്യൂ. നമുക്ക് C ആണ് ഓപ്ഷൻ ആയിട്ട് കിട്ടുന്നത്. മക്കൾക്ക് അതിന്റെ ലോജിക്കൽ ഐഡിയ മനസ്സിലായോ? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുന്ന അല്ലെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ റിയൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവായ റിയൽ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്നത് ഒരു കോൺകേവ് മിറർ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ ആ രണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമ്മളിവിടെ ആൻസറിലേക്ക് എത്തേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് മനസ്സിലായത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്നുകൂടെ പറയണോ സാറ്? ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്കൊന്ന് ചെയ്യാം.
An air bubble is a glass slab with refractive index 1.5 is 5 centimeter deep when viewed from one surface and 3 centimeter deep when viewed from the opposite surface. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് സ്ലാബ് ആണുള്ളത്. ഗ്ലാസ് സ്ലാബ്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് മേ ബി ഇവിടെ ആവുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഗ്ലാസ് സ്ലാബിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന കാര്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല. ആ ഫോർമുല വെച്ചിട്ട് വേണം നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് വെക്കാൻ. അപ്പൊ ആദ്യം അവർ പറയുന്നത് എയർ ബബിൾ ഇൻ എ ഗ്ലാസ് സ്ലാബ് 5 centimeter deep when viewed from one surface. ഒരു സർഫസിൽ നിന്ന് നോക്കുമ്പോൾ 5 centimeter deep. അപ്പൊ ഇത് 5 centimeter deep. When viewed from one surface, 3 centimeter deep when viewed from the opposite surface. അപ്പൊ അടുത്ത കേസിൽ ഇത് 3 centimeter ആണ്, which is the tube. ഓക്കെ, അപ്പൊ ആദ്യം 5 centimeter, ഇപ്പൊ 3 centimeter. അപ്പൊ അത് രണ്ടും ഒറിജിനൽ അല്ല, നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഡ്യൂപ്പ് എന്ന് പറയാം, അത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ രണ്ടും അപ്പാരന്റ് ഡെപ്ത് ആണ് മക്കളെ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റിയൽ ഡെപ്ത് കണ്ടുപിടിക്കുക, RD1 എന്ന് വിളിക്കാം. രണ്ട്, ഇത് കണ്ടുപിടിക്കുക, ഇത് നമുക്ക് RD2 എന്ന് വിളിക്കാം. സോ ഇവിടെ വരുന്ന റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് തിക്നെസ് അല്ലേ. തിക്നെസ് ഓഫ് ദ സ്ലാബ് വിൽ ബി റിയൽ ഡെപ്ത് 1 പ്ലസ് റിയൽ ഡെപ്ത് 2. Okay, so this is equal to real depth എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഫോർമുല തന്നെ എഴുതാം, AD into N ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? 1.5. ഓക്കെ, അപ്പൊ N into അപ്പാരന്റ് ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത് എത്രയാണ്? 5 centimeter പ്ലസ് N into എങ്ങനെ എഴുതും നമ്മള്? AD അല്ലെ, ഇത് ഇൻറ്റു അപ്പാരന്റ് ഡെപ്ത് AD1 എന്ന് വിളിക്കാം, N into AD2 എന്ന് വിളിച്ചാൽ മതി, സമയം കിട്ടും. സോ ദാറ്റ് ഇസ് ഗോണ ബി ഈക്വൽ ടു N into AD1 പ്ലസ് N into AD2. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്, ഇൻറ്റു AD1 അപ്പാരന്റ് ഡെപ്ത് 1 എത്രയാ? 5 ആണ്, പ്ലസ് N into 1.5 into apparent depth 3 ആണ്. So that will be equal to 1.5 into 5 is 75. 7.5 plus 1.5 into 3 will be 45. So 4.5. That will be 11.9. About 12 over regulation. 7.5 plus 4.5, that will be equal to 0.58. But 12 over. Yes, it will be 12. 8 plus 4, 12. മക്കളെ അവിടെ ആൻസർ കിട്ടുന്നത് 12 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് എനിക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് അവിടെ, കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഐ ആം ഗെറ്റിംഗ്. മക്കളെ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് സാർ വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ ചെയ്തത് റിയൽ ഡെപ്തിന്റെ അപ്പാരന്റ് ഡെപ്തിന്റെയും. ശരിക്കും ആ നടുക്ക് റെഡ് മാർക്ക് ചെയ്തിടത്തോടത്താണ് ഒബ്ജക്റ്റ് കിടക്കുന്നത്. പക്ഷെ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും RD1 തോന്നും, RD1 അല്ല 5 centimeter ആണെന്ന് തോന്നും. മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് 3 centimeter അതിന്റെ മതിയായിരുന്നു എന്ന് തോന്നും. ഓക്കെ, സോ അപ്പൊ ബേസിക്കലി ഈ ഒരു ഐഡിയ മക്കൾ ഓർത്ത് വെക്കുക. RD1 RD2 എടുക്കുന്നതൊക്കെ ഓർത്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊന്നുകൂടെ പറയണോ? പ്ലീസ് പറയൂ. പറയടാ. റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളൊരു കോയിൻ അല്ലേ വെള്ളത്തിലിട്ടു. ഒരു കോയിൻ വെള്ളത്തിലിട്ടിട്ട് ഈ കോയിൻ ആ പാത്രത്തിന്റെ ഏറ്റവും അടിയിലായിരിക്കും കിടക്കുക. അതിനാണ് റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബെൻഡിങ് ഓഫ് ലൈറ്റും റിഫ്രാക്ഷനും കാരണം നമുക്ക് തോന്നും കോയിൻ കിടക്കുന്നത് ഒരു ഹൈറ്റിലാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മളിങ്ങനെ ചെരിഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്ന് കോയിൻ എടുക്കാൻ പോയാൽ നമുക്ക് കയ്യിൽ കോയിൻ കിട്ടത്തില്ല. ബിക്കോസ് വി ഫീൽ ദാറ്റ് ദ കോയിൻ ഇസ് ആക്ച്വലി അറ്റ് എ ഹൈറ്റ് ലെസർ ദാൻ ദ ആക്ച്വൽ ഹൈറ്റ്. അപ്പൊ കോയിൻ കിടക്കുന്നത് ബക്കറ്റിന്റെ താഴെയാ. ആ കോയിൻ കിടക്കുന്ന ഹൈറ്റ് ആണ് റിയൽ ഡെപ്ത്.
പക്ഷെ നമുക്ക് തോന്നി ഈ കോയിൻ കുറച്ചുകൂടെ മുകളിലാണെന്ന്. നമ്മൾ കൈയിട്ട് ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ കൈ കിട്ടത്തില്ല, ബിക്കോസ് ഓഫ് ദിസ് ഫിനോമിനൻ. മനസ്സിലായോ കേട്ടോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ക്വസ്റ്റ്യൻ. In total internal reflection, when angle of incidence is equal to the critical angle for the pair of media in contact, what will be the angle of refraction? ഇതാണ് നമ്മുടെ question. In total internal reflection, when the angle of incidence is equal to the critical angle for the pair of media in contact, what will be the angle of refraction? അല്ലേ? അപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാം നോക്കാം നമുക്ക്. Angle of incidence is equal to the critical angle എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? I is equal to IC എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. What will be the angle of refraction? സാർ പഠിപ്പിച്ചപ്പോൾ ഇക്വേഷൻസ് പഠിപ്പിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു I is equal to IC ആണെങ്കിൽ then angle of refraction would be 90 degree. Because നമ്മുടെ ലൈറ്റ് ഇങ്ങനെ വരുന്നു, it grazes the surface. അതാണ് R 90 degree ആകുന്ന കണ്ടീഷൻ. It grazes the surface. R will be correspondingly 90 degree. Okay. So that is the value. R, it grazes the surface. R will be correspondingly 90 degree. ഇനി അടുത്തത്. Which of the following is not due to total internal reflection? Optical fiber TIR ആണ്. Mirage TIR ആണ്. Brilliance TIR ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരന്റ് ഡെപ്ത് ആൻഡ് റിയൽ ഡെപ്ത് എന്തല്ല? TIR കാരണമല്ല, അത് ബേസിക് റിഫ്രാക്ഷൻ കാരണമാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമല്ല ഓപ്ഷൻ ബി നടക്കുന്നത്. That is the answer. Question number 18. Optical fibers are based on. Optical fibers എന്തിനെ ബേസ് ചെയ്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ ബേസ് ചെയ്താണ് optical fibers കിടക്കുന്നത്. So optical fibers are based on total internal reflection. Okay. അടുത്തത് question number 14 നോക്കാം നമുക്ക്. Question number 14. A ray of light traveling in a transparent medium of refractive index mu falls on a surface separating the medium from air at an angle of incidence 45 degree. For which of the following value of mu the ray can undergo total internal reflection? Okay. A ray of light traveling in a transparent medium of refractive index mu falls on a surface separating the medium from air at an angle of incidence 45 degree. The angle of incidence 45 degree ആണ്. Fine. നമ്മുടെ ഫോർമുല എന്താ? N equal to 1 by sin IC എന്നാണ് നമ്മുടെ ഫോർമുല. That will be N equal to 1 by sin IC, sin 45 degree. Sin 45 degree is 1 by root 2. അപ്പോൾ root 2 വരും. N equal to root 2. Okay. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. മക്കളെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ലൈറ്റ് വരുന്ന മീഡിയം should be a denser medium compared to the medium into which the light is going. അപ്പൊ ഇതൊരു ഡെൻസർ മീഡിയം ആയിരിക്കണം ലൈറ്റ് വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ക്ലിയർ പോയിന്റ് ആണ്. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1.414 ആണ്. 1.414നേക്കാളും ചെറിയൊരു വാല്യൂ കറസ്പോണ്ടിംഗ്ലി ഡെൻസർ ടു റെയർ ആണെങ്കിൽ മാത്രമേ ഡെൻസർ ടു റെയർ ആണെങ്കിൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ വരാൻ പോകുന്നത് ഏതാ മക്കളെ? എനി ഐഡിയ? എനിവോൺ? So total internal reflection നടക്കണമെങ്കിൽ light should go from a denser medium to a rarer medium. അപ്പോൾ ഓൾറെഡി 1.414 ആണ് കിട്ടുന്നത്, റൂട്ട് 2. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഏതാ മോനെ? സി. Why do you choose C? ഈ മീഡിയത്തിനെക്കാട്ടി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കണ്ടേ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് വരുന്നുണ്ട്. ഡെൻസർ മീഡിയത്തിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കണം അല്ലേ? ഡെൻസർ മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ഡെൻസർ മീഡിയം. ഓക്കെ, ഫൈൻ. അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ സി. കറക്റ്റ് ആണ്. That is the answer. Option C is the right answer for the question.